ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കർക്കിടകം ആകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രകൃതിയോട് നമ്മൾ കൂടുതൽ ഇണങ്ങി ജീവിക്കും. പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകമായി തീരും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ഇലക്കറികളിൽ ചില ഐറ്റംസ് നമ്മൾ ഈ കർക്കിടകത്തിന് കഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ മുരിങ്ങയില പോലുള്ള. എന്താണ് അതിന് പിന്നിലുള്ള ശാസ്ത്രീയം? ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഭക്ഷ്യ സമ്പത്താണ് നമ്മുടെ ഇലക്കറികൾ, നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള ഇതെല്ലാം പണ്ട് പോലെ ഉള്ളത്. അപ്പോൾ ഈ തൊടിയിലുള്ള ഈ മുരിങ്ങയില, ചേമ്പല, ചേനയില, താള്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പോഷക സമ്പത്താണ് നമ്മളുടെ. അത് ഔഷധമായിട്ട് നമുക്ക് എടുക്കാം, ഭക്ഷ്യ വസ്തുവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർവികർ മുതൽ. ഇപ്പോഴും അറിയാവുന്ന ആൾക്കാരെല്ലാം അത് ചെയ്യുന്നു. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഈ ഇലക്കറികൾ ഉപയോഗിക്കുമ്പോൾ ചില പ്രോട്ടോകോൾസ് അനുസരിച്ച് ചില ആൾക്കാരെ ഇതിൽ നിന്നും വർജ്യമുണ്ട്. ഇപ്പോൾ സ്കിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും ഈ പറഞ്ഞ ഇലക്കറികളൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ട്. പിന്നെ നമ്മൾ പൊതുവേ കേട്ട് വരുന്ന ഒരു കോൺട്രവേഴ്സി ആയിട്ട് പറയുന്നതാണ് നമ്മുടെ മുരിങ്ങയില ഈ സമയത്ത് കഴിക്കരുത് എന്ന് കുറച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഇത് കോർത്തിണക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ മഴ ഏറ്റവും കൂടുതൽ, കാരണം മറ്റുള്ള ഇലകളെന്നൊക്കെ പറഞ്ഞാൽ മത്തൻ്റെ ഇലയും ചേമ്പിൻ്റെ ഇലയൊക്കെ ഒരു ലൈഫ് ഷോർട്ടാണ്. അത് വളരെ സെൻസിറ്റീവായിട്ട് കുറച്ച് പെട്ടെന്ന് അതങ്ങ് നശിച്ചങ്ങ് പോവുക. പക്ഷെ മുരിങ്ങ കുറച്ചൊരു ചെറിയൊരു മരത്തിൽ കുറച്ച് കാലം സർവൈവ് ചെയ്യുന്നൊരു സാധനം. അപ്പം ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്പം ആ ഒരു സമയത്ത് ഇത് നമ്മുടെ ശരീരം കാലാവസ്ഥയ്ക്കനുസരിച്ച് മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കത്തില്ലേ, അതേപോലെ ഈ മുരിങ്ങ ഇങ്ങനെയുള്ള ഓരോ നമ്മുടെ വൃക്ഷലതാദികൾ എല്ലാം ഈ മുന്നൊരുക്കങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് തരത്തിലുള്ള ആൽക്കലോയിഡ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ആ സമയത്ത് ഈ കർക്കിടകത്തിൽ ആ ടൈമിൽ മുരിങ്ങയില കഴിക്കുമ്പോൾ ചില കയ്പ്പ് ഫീൽ ചെയ്യും. അല്ലാത്ത സമയത്ത് പ്രശ്നമില്ല. പക്ഷെ ആ കയ്പ്പ് ഈ പറഞ്ഞ ആൽക്കലോയിഡ്സും ഇതെല്ലാം കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈം നമ്മൾ കഴിക്കുമ്പോൾ വയറ്റിന് ചിലപ്പം പ്രശ്നമുള്ള അത് അഗ്നി മന്ദമായിരിക്കുക, പചന പ്രക്രിയകൾ മന്ദമായിരിക്കുന്ന ആൾക്കാർ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് വയറ്റിളക്കമോ ഛർദിലോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദഹനം നല്ലപോലെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം എന്ത് കഴിച്ചാലും ദഹിക്കും, കുഴപ്പമില്ലാത്ത നല്ല സർവൈവ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നല്ലപോലെ ബൂസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മുരിങ്ങ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഈ രീതികൾ ഇപ്പോൾ രാത്രി കാലങ്ങളിലാണെങ്കിൽ കഴിവതും അങ്ങനെയുള്ളവരാണെങ്കിൽ തന്നെ അത് ഒഴിവാക്കുന്നതായിരിക്കും. അപ്പോൾ ഉച്ച സമയങ്ങളിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ പോരാത്തതിന് ഈ സമയത്താണ് ഈ മറ്റുള്ള പ്രാണികൾ, അതായത് ചെറിയ സ്പൈഡേഴ്സ് ഒക്കെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കൂട്ടി മുട്ട ഇട്ട് ഇല മടങ്ങിയിരിക്കുന്നത്. നല്ലപോലെ നമ്മൾ പ്രകൃതിയെ തന്നെ വീക്ഷിച്ച പ്രകൃതിയിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കും. അപ്പോൾ അതിനെ പ്രതിരോധം തീർക്കാനായിട്ട് മുരിങ്ങ ഒരു സുരക്ഷാ കവചം അവിടെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കുറേ ആൽക്കലോയിഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ അത് ദഹിക്കാനുള്ള ചില കാലതാമസങ്ങൾ എടുക്കുന്ന ഒരുപാട് ഡീറ്റെയിൽ പോവുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറയും. അപ്പം പല കാര്യങ്ങൾ നമ്മൾ കോർത്തിണക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മുരിങ്ങ ആ സമയത്ത് വർജ്യമായിട്ട് നമ്മളെടുക്കും. പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് കഴിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നല്ല ദഹനശക്തി ഉള്ളവർക്കെല്ലാം കഴിക്കാം. ബാക്കിയുള്ളതെല്ലാം വളരെ സെൻസിറ്റീവായിട്ടുള്ളത്. ഈ താളും തകരയും ഒക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ ഇതൊരു വലിയ, നമ്മൾ പണ്ടത്തെ മലയാള സിനിമകളിൽ എടുത്താൽ പോലും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുള്ളൂ. ഇപ്പം എല്ലാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക.